ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം അജികുമാർ നൽകിയ ഹർജിയാണ് കോടതി പരിഗണിക്കുക. നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, അജികുമാർ എന്നിവർക്കായി അന്വേഷണ സംഘം പിന്നീട് കസ്റ്റഡി അപേക്ഷ നൽകും. TV പ്രസാദ് ഉണ്ട് വിശദാംശങ്ങളുമായി. പ്രസാദ്, എപ്പോഴാണ് ഹർജി പരിഗണിക്കുന്നത്? ഒപ്പം ഇനിയുള്ള അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ എന്താണ്? കൂടുതൽ പേരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത് മുന്നോട്ട് പോക്ക് അതെങ്ങനെയാണ്? കീർത്തന, ശ്രുതി, ഗുഡ് മോർണിംഗ്. രണ്ട് പ്രതികളെയും, അതായത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, മുൻ ദേവസ്വം ബോർഡ് അംഗം അജികുമാർ എന്നിവരെ രണ്ടുപേരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ട ആവശ്യകത പ്രത്യേക അന്വേഷണ സംഘത്തിനുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാനാണ് ഇരുന്നത്. അപ്പോഴാണ് ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാണിച്ചുള്ള അജികുമാറിന്റെ ഹർജി കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നത്. ആ ഹർജിയാണ് ഇന്ന് പരിഗണിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 2019 സമാനമായി തന്നെ 2025 സ്വർണം വേർതിരിച്ചിരുന്നു. അതിനുവേണ്ടി ഗൂഢനീക്കങ്ങൾ ഒരുപാട് നടത്തിയിരുന്നു എന്ന കണ്ടെത്തലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ 2025 ഇനിയിപ്പോൾ ഒരു പ്രത്യേക കേസ് രജിസ്റ്റർ ചെയ്യുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും ഇത് സംബന്ധിച്ച് എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായി അറിയാവുന്ന രണ്ടുപേർ, അത് PS പ്രശാന്തും അജികുമാറുമാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ രണ്ടുപേരെയും കസ്റ്റഡിയിൽ വേണം എന്ന് പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. അതിന്റെ അപേക്ഷയാണ് അടുത്ത ദിവസം ഇനിയിപ്പോൾ കോടതിയിൽ കൊടുക്കുകയും ചെയ്യുക. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നമുക്കറിയാവുന്നതുപോലെ 2019 നടന്ന കൊള്ള അത് മറച്ചു വെക്കുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിത നീക്കമാണ് 2025 നടന്നത് എന്നുള്ളതാണ്. കാരണം 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും പങ്കജ് ഭണ്ഡാരിയുടെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് അവിടെ സ്വർണം പൂശിയപ്പോൾ അത് യഥാർത്ഥ സ്വർണമല്ലെന്നും വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് സ്വർണം പൂശിയതെന്നുമുള്ള വിവരം നേരത്തെ പുറത്തു വന്നതാണ്. ഈ 2025 ആയപ്പോൾ നേരിട്ട് കാണുന്ന, ഭക്തർ പോയാൽ നേരിട്ട് കാണുന്ന ഈ ദ്വാരപാലകർ രണ്ട് ഭാഗത്തും ഒരുപോലെ മങ്ങിത്തുടങ്ങിയിരുന്നു. അങ്ങനെ മങ്ങിത്തുടങ്ങിയാൽ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും അതുപോലെ തന്നെ പങ്കജ് ഭണ്ഡാരിക്കും ഗോവർദ്ധനും അതുപോലെ നേരത്തെ ഉണ്ടായിരുന്ന മുഴുവൻ ടീമിനും പിടിവീഴാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് ഇവർ തന്നെ നടത്തിയ ഒരു ഗൂഢാലോചനയാണ് എന്ന നിഗമനത്തിലേക്കാണ് പ്രത്യേക അന്വേഷണ സംഘം എത്തുന്നത്. അതുകൊണ്ട് തന്നെ 2019 കേസിന് സമാനമായി തന്നെ 2025 സ്വർണ്ണക്കൊള്ളയ്ക്കുള്ള വലിയ ശ്രമം നടന്നിരുന്നു. അതിനുവേണ്ടി ഒരുപാട് നീക്കങ്ങൾ നടന്നിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനിയും അതിൽ അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ശ്രുതി, കീർത്തന. ശരി, TV പ്രസാദാണ് വിശദാംശങ്ങൾ നൽകി.